ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2024 1991 ആവർത്തനമാകുമ്പോൾ, കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാർ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കേണ്ടി വരുന്ന അവസ്ഥ, അതാണ് 3-0 മൂന്നാം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ എന്ന് നമുക്കെല്ലാം അറിയാം. ഇതിന് സമാനമായ ഒരു സാഹചര്യം കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ ചരിത്രം ഇപ്പോഴൊന്ന് എടുത്തു വായിക്കുന്നത് നമുക്ക് ഇതിനെ തമ്മിൽ താരതമ്യം ചെയ്യാൻ സഹായിക്കും. 1991 PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് എങ്ങനെയായിരുന്നു? 91 ഇലക്ഷന് കോൺഗ്രസ് സീറ്റ് നിഷേധിക്കപ്പെട്ട ആളാണ് PV നരസിംഹറാവു എന്ന തലമുതിർന്ന കോൺഗ്രസ് നേതാവ്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പെട്ടിയും മടക്കി ഹൈദരാബാദിലേക്ക് പോയ ഒരു സമയം. രാജീവ് ഗാന്ധിയുടെ വധം കാര്യങ്ങൾ മാറ്റിമറിച്ചു. ഇലക്ഷൻ നടന്നപ്പോൾ കോൺഗ്രസിന് പക്ഷേ വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. ആ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നരസിംഹറാവുവിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. അങ്ങനെ പാർലമെന്റിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു മൈനോറിറ്റി ഗവൺമെന്റിനെയാണ് നരസിംഹറാവു നയിച്ചത്. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്ന് PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുമ്പോൾ അവിടെ പ്രീ പോൾ അലയൻസ് ഉണ്ടായിരുന്നില്ല. ഒരു ന്യൂനപക്ഷ ഗവൺമെന്റ്, പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തൊരു ഗവൺമെന്റിനെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ ക്ഷണിക്കുന്നു. കോൺഗ്രസ് അങ്ങനെ റാവുവിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. പിന്നെ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോഴുള്ള ഏക വ്യത്യാസം പ്രീ പോൾ അലയൻസ്, അതായത് ഇലക്ഷന് മുമ്പ് തന്നെ ആന്ധ്രയിലെ തെലുങ്കുദേശം പാർട്ടിയുമായിട്ടും ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ JDUവുമായിട്ടും BJP സഖ്യം ഉണ്ടാക്കിയത് കൊണ്ട് ആ സഖ്യത്തിന് മെജോറിറ്റി കിട്ടി. പക്ഷെ അന്ന് സഖ്യത്തിന് മെജോറിറ്റി ഇല്ല. ഒറ്റയ്ക്ക് കോൺഗ്രസ് ഗവൺമെന്റ് രൂപീകരിച്ചിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള കുതിര കച്ചവടം ചെയ്തതാണ് പിന്നീട് വിവാദങ്ങളായിട്ട് മാറിയത്. അപ്പോൾ ഇവിടെയും ഇപ്പോഴത്തെ മോദി 3 ഗവൺമെന്റ് 5 വർഷം തികയ്ക്കുമോ എന്നൊരു ചോദ്യം ഇപ്പം തന്നെ ഉന്നയിക്കപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ 91 മുതൽ 96 വരെ 3 അവിശ്വാസ പ്രമേയങ്ങളെ നേരിട്ട് ലോക്സഭയിൽ അതിനെ തോൽപ്പിച്ച് PV നരസിംഹറാവു എന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി 5 കൊല്ലം പാർലമെന്റിൽ പൂർത്തിയാക്കിയത്, ഭരിച്ചത്. അതൊരു വലിയ സർക്കസ് ആയിരുന്നു. ആ സർക്കസിന് നരസിംഹറാവുവിന് അദ്ദേഹം കാണിച്ച ആ ചാതുര്യം, ചാണക്യ തന്ത്രങ്ങൾ, അത് പിന്നെ കേസും വഴക്കും കോടതി വിധി, അങ്ങനെ പലതും അതിനകത്ത് ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ 5 കൊല്ലം അദ്ദേഹം പൂർത്തിയാക്കി. പക്ഷെ അദ്ദേഹം വളരെ അപമാനിതനായ ഒരു പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്ത് അറിയപ്പെട്ടത് ബാബറി മസ്ജിദ് തകർച്ചയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം എല്ലാരാലും വെറുക്കപ്പെട്ടു. ഇടതുപക്ഷത്താലും കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പായി. വളരെ ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള അപമാനിതനായ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിയായിട്ട് നരസിംഹറാവു അധികാരമൊഴിഞ്ഞു പോകേണ്ടി വന്നു എന്നത് നമ്മൾ ഓർക്കുക. അപ്പോൾ അന്ന് 91 ടിക്കറ്റ് കിട്ടാത്ത നരസിംഹറാവു, കോൺഗ്രസ് ടിക്കറ്റ് മത്സരിക്കാത്ത റാവു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അന്ന് കോൺഗ്രസിന് ലോക്സഭയിൽ കിട്ടിയത് 232 സീറ്റാണ്. ഭൂരിപക്ഷം ഇല്ല. ഇന്നിപ്പോൾ BJPക്ക് സംഭവിച്ച പോലെ ആ 232 സീറ്റുമായിട്ട് ലാർജസ്റ്റ് പാർട്ടി ഇൻ ദ ലോക്സഭ എന്ന നിലയ്ക്ക് അദ്ദേഹം ഗവൺമെന്റ് രൂപീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഭൂരിപക്ഷം ഉണ്ടാക്കാൻ 3 അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞില്ലേ 5 കൊല്ലത്തിനകത്ത്. അതിനുവേണ്ടി അദ്ദേഹം കളിച്ച കളികൾ പിന്നീട് പലപ്പോഴും വിവാദങ്ങളായി, കോടതി കേസായി. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ MPമാരെ വിലക്കെടുത്തു 3 കോടി രൂപ കൊടുത്തിട്ട് എന്ന് പിന്നീട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വെളിപ്പെടുത്തി. അത് കേസാവുന്നു. അതേപോലെ ഓഹരി ദല്ലാളായിരുന്ന മരിച്ചുപോയ ഹർഷത് മേത്ത അന്ന് 1 കോടി രൂപ നരസിംഹറാവിന് കൊടുത്തു എന്ന് പിന്നീട് വെളിപ്പെടുത്തുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്. അതായത് ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടി പൊളിറ്റിക്കൽ ഫണ്ടിങ്, രാഷ്ട്രീയ സംഭാവനയായിട്ട് കൊടുത്തു എന്ന് ഹർഷത് മേത്ത വെളിപ്പെടുത്തുന്നു.
അങ്ങനെ വളരെ ആടി ഉലയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ ആ കോൺഗ്രസ് സർക്കാർ 91-95-6 വരെയുള്ള കോൺഗ്രസ് സർക്കാരിൻ്റെ നരസിംഹറാവു ഗവൺമെന്റിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടുന്നൊരു കാര്യം, അദ്ദേഹം ഈ ഭൂരിപക്ഷം ഒപ്പിച്ചത് കാശ് എറിഞ്ഞ് ഇപ്പൊ BJP ചെയ്യുന്നത് പോലെ തന്നെ കാശെറിഞ്ഞ് MP-മാരെ വിലക്കെടുത്തിട്ടാണ് നരസിംഹറാവു 5 കൊല്ലം ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാക്കിയത്. അതായത് പിന്നെ നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ കോൺഗ്രസ് ഭരണത്തിൽ കാലാവധി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരസിംഹറാവുവാണ്. ലോക്സഭ കാലാവധി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി. ആ ക്രെഡിറ്റ് റാവുവിന്റെ പേരിലാണ്. പിന്നെ അദ്ദേഹം ഈ ഭൂരിപക്ഷം ഒപ്പിച്ചത് JMM MP-മാരെ വിലക്കെടുത്തു. അതുപോലെ അജിത് സിംഗിന്റെ മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ മകനായ അജിത് സിംഗിന്റെ പാർട്ടി MP-മാരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കുതിര കച്ചവടത്തിൽ കൂടെ തന്നെയാണ് നരസിംഹറാവു ഗവൺമെന്റും കോൺഗ്രസ് ഗവൺമെന്റും ഭൂരിപക്ഷം ഉറപ്പിച്ചത്. അതതിൻ്റെ പൊളിറ്റിക്സ്. പക്ഷേ നമ്മളിവിടെ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഉദാരവൽക്കരണം, പുതിയ പുത്തൻ സാമ്പത്തിക നയങ്ങൾ, ഇതിന് തുടക്കം കുറിച്ചത് PV നരസിംഹറാവു ഗവൺമെന്റ് ആയിരുന്നു. റാവു ഗവൺമെന്റിലെ ധനകാര്യമന്ത്രി ആരായിരുന്നു? പിന്നീട് 2 തവണ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണറെ പിടിച്ച് ധനമന്ത്രിയാക്കാനുള്ള വിവേകം, രാഷ്ട്രീയ ബുദ്ധിയും സാമ്പത്തിക ബുദ്ധിയും ആര് കാണിച്ചു? നരസിംഹറാവു കാണിച്ചു. അങ്ങനെ നരസിംഹറാവുവിന്റെ ധനമന്ത്രിയായിട്ട് വന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് അങ്ങനെയാണ് ഉദാരവൽക്കരണ നയങ്ങൾ നമ്മുടെ വിപണി തുറന്നിട്ടിട്ടൊരു വലിയ സാമ്പത്തിക കുതിപ്പ്, ഇന്ത്യയുടെ GDP-യിൽ ഒരു വലിയ വളർച്ചയ്ക്ക് തുടക്കമിട്ട ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഒന്നും അല്ല, അത് നരസിംഹറാവു ഗവൺമെന്റാണ്. അപ്പൊ അത് നമ്മളിവിടെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അപ്പോൾ ഒന്ന്, വളരെ അപമാനിക്കപ്പെട്ട് പുറത്തുപോയ ഒരു പ്രധാനമന്ത്രിയാണ്, ഒരുപക്ഷെ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാവുന്ന മൻമോഹൻ സിംഗിനെ പോലെ തന്നെ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാവുന്ന നരസിംഹറാവുവിന്റെ സർക്കാർ. ഇവിടെ കാതലായ മാറ്റങ്ങൾ, അതിന്റെ ഗുണവും ദോഷവും ഒക്കെ നമ്മൾ മറ്റൊരു ചർച്ചയാവാം. സാമ്പത്തിക ഉദാരവൽക്കരണം, അതായത് ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ വിപണിയെ തുറന്നിടുകയും ഇന്ത്യക്ക് വലിയൊരു സാമ്പത്തിക വളർച്ച, അതിൻ്റെ നേട്ടം ആർക്കൊക്കെ കിട്ടി? പാവങ്ങൾക്ക് കിട്ടിയോ, സാധാരണക്കാർക്ക് കിട്ടിയോ, പണക്കാർ കൂടുതൽ പണക്കാരായി എന്നൊക്കെയുള്ള പല ഘടകങ്ങൾ അതിലുണ്ട്. പക്ഷേ ഇന്ത്യയെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിന് തുടക്കമിട്ടൊരു സർക്കാരായിരുന്നു അപമാനിക്കപ്പെട്ട ഈ റാവു ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആ പാരഡോക്സ് ഉണ്ട്, വൈരുദ്ധ്യം. ഒന്ന്, രാഷ്ട്രീയമായിട്ട് ഡീമോറലൈസ് ചെയ്യപ്പെട്ട ഒരു സർക്കാർ, അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന് അടിത്തറ പാകിയ ഒരു സർക്കാർ. അതാണ് 91 മുതൽ 96 വരെ ഇന്ത്യ ഭരിച്ച നരസിംഹറാവു ഗവൺമെന്റ് എന്ന് പറയുന്നത്. ബാബറി മസ്ജിദിന്റെ തകർച്ച അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി. കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പടം പോലും ഫോട്ടോ പോലും പാർട്ടി ഓഫീസിൽ വെക്കാത്തതും ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ അപമാനിച്ച് ഇറക്കി വിട്ടു കോൺഗ്രസിൽ നിന്ന്. അടുത്ത കാലത്ത് ഈ വർഷം മോദി ഗവൺമെന്റാണ് അദ്ദേഹത്തിന് മരണാനന്തര ഭാരതരത്നം ബഹുമതി കൊടുക്കുക എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഓരോരോ പോക്ക് നമ്മൾ നോക്കുക. എന്തായാലും ഇപ്പോഴത്തെ ഗവൺമെന്റിനും ഈ 5 കൊല്ലം ഇവർ പൂർത്തിയാക്കുമോ എന്ന ചോദ്യം, ഞങ്ങൾ അതുകൊണ്ടാണ് ഇത് കമ്പയർ ചെയ്തത്. 91 മുതൽ 96 വരെ റാവു ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കാൻ കാണിച്ച കളികൾ, പിന്നെ ചാണക്യതന്ത്രങ്ങൾ, രാഷ്ട്രീയം, അതേപോലെ സാമ്പത്തികമായിട്ട് ഇന്ത്യയുണ്ടായ മുന്നേറ്റം എല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിന്, മോദി 3.0 സർക്കാരിന് കേവല ഭൂരിപക്ഷം ഭരിക്കുന്ന പാർട്ടിക്ക് ഇല്ലാത്തത് കൊണ്ട് 5 കൊല്ലം ഇത് പൂർത്തിയാക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ഗ്രഹപാഠം നരസിംഹറാവു ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും.